ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ കേരള PSCയുടെ ട്രേഡ്സ്മാൻ വെൽഡറിൻ്റെ ക്ലാസ്സസ് നടക്കുകയാണ്. നമ്മളിപ്പോൾ മൊഡ്യൂൾ 4 ആർക്ക് വെൽഡിംഗ് എത്തിയിട്ടുണ്ട്. അതിൻ്റെ ലാസ്റ്റ് ടോപ്പിക്കായ വെൽഡിങ്ങിൻ്റെ ടേംസ്, അതുപോലെ വെൽഡിങ്ങിൻ്റെ സിംബൽസ്, അതൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. സോ അതിൽ നിന്ന് വരുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള MCQ ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ദ ആംബിയറേജ് യൂസ്ഡ് ഇൻ ആർക്ക് വെൽഡിംഗ് ഡിപ്പെൻഡ്സ് അപ്പോൺ വർക്ക് തിക്നെസ് ആണോ, ഇലക്ട്രോഡ് റോഡ് തിക്നെസ് ആണോ, ആർക്ക് ഗ്യാപ്പ് ആണോ, അതർ കൺസിഡറേഷൻസ് ആണോ? എന്താണ് ദ ആംബിയറേജ് യൂസ് ഇൻ ആർക്ക് വെൽഡിംഗ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇലക്ട്രോഡ് റോഡ് തിക്നെസ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇലക്ട്രോഡ് റോഡ് തിക്നെസ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ആർക്ക് വെൽഡിംഗ് പ്രോസസ്സ് ഡിസ്ക്രൈബ് ചെയ്യുന്ന 3 യൂണിറ്റ്സ് ആണ് എൻ്റെ വോൾട്ടേജ്, ആംബിയറേജ് A കൊണ്ട് ഡിനോട്ട് ചെയ്യും, വാട്ടേജ് W കൊണ്ട് ഡിനോട്ട് ചെയ്യും. വോൾട്ടേജ് എന്ന് പറയുമ്പോൾ എന്തുമാത്രം മെഷർമെൻറ്റ് ഓഫ് ഇലക്ട്രിക്കൽ പ്രഷറിൻ്റെ ആ ഒരു മെഷർമെൻറ്റിനെയാണ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഈ വോൾട്ടേജ് എന്ത് കൺട്രോൾ ചെയ്യും? മാക്സിമം ഗ്യാപ്പ് ദ ഇലക്ട്രോൺ ക്യാൻ ജംപ് ടു ഫോം ആൻ ആർക്ക്, അല്ലേ? മാക്സിമം ഗ്യാപ്പ്, ഒരു ഇലക്ട്രോണ് എന്താണ് ആർക്ക് ഫോം ചെയ്യാനുള്ള മാക്സിമം ഗ്യാപ്പിനെ കൺട്രോൾ ചെയ്യുന്ന വോൾട്ടേജാണ്. അതുപോലെ തന്നെ ഈ വെൽഡിങ് വോൾട്ടേജും എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്? എന്തോരം അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്? വെൽഡിങ്ങിൻ്റെ ടെമ്പറേച്ചറും അസോസിയേറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ ആംബിയറേജ് എന്ന് പറയുമ്പോൾ മെഷർമെൻറ്റ് ഓഫ് ദി ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഫ്ലോ, എന്തുമാത്രം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യും, അതിൻ്റെ ആകെ മെഷർമെൻറ്റിനെയാണ് നമ്മൾ ആംബിയറേജ് എന്ന് പറയുന്നത്. അതെന്ത് ചെയ്യും? നമ്മൾ ആർക്കിൻ്റെ സൈസ് കൺട്രോൾ ചെയ്യും. ആംബിയറേജ് സെറ്റിംഗ് കൂടുതലാണെങ്കിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ബൈ ദ വെൽഡിംഗ് ആർക്കും കൂടുതലായിരിക്കും. ആംബിയറേജ് സെറ്റിംഗ് കുറവാണെങ്കിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ബൈ ദ വെൽഡിംഗ് ആർക്കും കുറവായിരിക്കും. പിന്നെ ഇലക്ട്രോണിൻ്റെ ഓരോ ഡയമീറ്ററും മിനിമം ആൻഡ് മാക്സിമം ആംബിയർ റേഞ്ചിനെയാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് അത് എന്തിനേയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഹീറ്റ് റേഞ്ചിനെ അത് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എപ്പോഴും ഓർക്ക് ആംബിയറേജ് എന്ന് പറയുമ്പോൾ എന്തിനെ അസോസിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്? വെൽഡിങ്ങിൻ്റെ ഹീറ്റിനെ അസോസിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ അതിനെ ആർക്കിനെ സൈസ് ഓഫ് ദി ആർക്കും കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു വാട്ടേജ് എന്ന് പറയുമ്പോൾ എന്തോന്നാണ്? മെഷർമെൻറ്റ് ഓഫ് എമൗണ്ട് ഓഫ് ഇലക്ട്രിക്കൽ എനർജി, ആർക്കിലുള്ള എന്തുകൊണ്ടാണ് എമൗണ്ട് ഓഫ് ഇലക്ട്രിക്കൽ എനർജി അല്ലെങ്കിൽ പവറിനെ നമ്മൾ വാട്ടേജ് എന്ന് പറയുന്നത് എന്തുമാത്രം ഹീറ്റ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഓഫ് ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ദിവസം നോക്കൂ. ദ റെഡ്യൂസിങ് ഓർ കാർബറൈസിങ് ഫ്ലെയിം ക്യാൻ ഓൾസോ ബി റെക്കഗ്നൈസ്ഡ് ബൈ ദ പ്രസൻസ് ഓഫ് ഡാഷ് ഡിസ്റ്റിൻറ്റ് ഫ്ലെയിം സോൺസ്. റെഡ്യൂസിങ് അല്ലെങ്കിൽ കാർബറൈസിങ് ഫ്ലെയിം നമുക്ക് എന്തിനെയൊക്കെ റെക്കഗ്നൈസ് ചെയ്യാം? പ്രസൻസ് ഓഫ് 1 ആണോ, 2 ആണോ, 3 ഡിസ്റ്റിൻറ്റ് ഫ്ലെയിം സോൺസ് ആണോ? 3 ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ C 3 ആണ് വരുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. The essential requirement for OC acetylene welding is a well controlled flame with sufficient heat ആണ്. നമുക്ക് ഈസി നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് 3 ടൈപ്സ് ഉണ്ട്. ഒന്ന് ന്യൂട്രൽ ഫ്ലെയിം ഉണ്ട്, രണ്ടാമത്തെ വരുന്നതാണ് ഓക്സിഡൈസിങ് ഫ്ലെയിം, മൂന്നാമത്തെ കാർബറൈസിങ് ഫ്ലെയിം. അപ്പോൾ 3 സോൺസ് ഉണ്ട്. അപ്പോൾ ഫ്ലെയിമിന് 3 സോൺസ്. അപ്പോൾ ക്വസ്റ്റ്യൻ വെച്ചിട്ടുള്ള എത്ര സോൺസ് ആണ്? ആൻസർ വരുന്നത് 3 സോൺസ് ആണ്. ഫസ്റ്റ് വൺ വരുന്നത് ന്യൂട്രൽ ഫ്ലെയിം. ഈ ന്യൂട്രൽ ഫ്ലെയിമിൽ ഓക്സിജനും അസറ്റലൈനും മിക്സ് ചെയ്തിട്ടുള്ളത് ഈക്വൽ പ്രൊപ്പോർഷനിലായിരിക്കും. ഇൻ ദ ബ്ലോ പൈപ്പ് ഈക്വൽ പ്രൊപ്പോർഷനിലായിരിക്കും. അത് മെയിൻലി യൂസ് ചെയ്യുന്ന കോമൺ മെറ്റൽസ് ആയ മൈൽഡ് സ്റ്റീൽ, കാസ്റ്റ് അയൺ, സ്റ്റെയിൻലെസ് സ്റ്റീൽ, കോപ്പർ, അലുമിനിയം ഒക്കെ വെൽഡ് ചെയ്യാനാണ് അത് കൂടുതൽ യൂസ് ചെയ്യാറ്. ചോദിക്കാറുണ്ട് ന്യൂട്രൽ ഫ്ലെയിം എവിടെയാണ് യൂസ് ചെയ്യുന്നത്, അത് പഠിച്ചോണം. അടുത്ത് വരുന്നതാണ് ഓക്സിഡൈസിങ് ഫ്ലെയിം. ഇത് മെയിൻലി കണ്ടെയ്ൻ ചെയ്യുന്നത് എക്സസ് ഓഫ് ഓക്സിജൻ ഓവർ അസറ്റലൈൻ ആസ് ദി ഗ്യാസ് കം ഔട്ട് ഫ്രം ദി നോസിൽ. അപ്പോൾ അതിനെയാണ് അത് കണ്ടെയ്ൻ ചെയ്യുന്നത്. മെയിൻലി ഇത് ഉപയോഗിക്കുന്നത് ബ്രാസ് അതൊക്കെ വെൽഡ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ഫെറസ് മെറ്റൽസ് ഒക്കെ ബ്രേസ് ചെയ്യാനൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ കാർബറൈസിങ് ഫ്ലെയിം അതെന്ന് വെച്ചാൽ ദ ഫ്യൂൽ ഗ്യാസ് അല്ലെങ്കിൽ അസറ്റലൈൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഓക്സിജനെ കട്ടിങ് കൂടുതലായിരിക്കും. മെയിൻലി ഇത് യൂസ് ചെയ്യുന്നത് ഹാർഡ് ഫേസിങ്, അതായത് സെറ്റിലിറ്റിങ്ങിലൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. മെയിൻലി സ്റ്റീൽ പൈപ്പ് വെൽഡ് ചെയ്യാനും ഫ്ലെയിം ക്ലീനിങ്ങിനൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 3 സോൺസ് ഉണ്ട്. അതിന് മെയിൻലി ബ്രൈറ്റ് ലൂമിനസ് ഇന്നർ സോൺസ് ഉണ്ട്, അസറ്റിലിൻ ഫെദർ ഉണ്ട്, ഔട്ടർ ബ്ലൂ എൻവലപ്പ്. അങ്ങനെ 3 സോൺസ് ആണ് ഇതിന് ഉള്ളത്. അടുത്ത ദിവസം നോക്കൂ. ഇൻ ഗ്യാസ് വെൽഡിങ്ങിൽ ദ ഇൻക്ലിനേഷൻ ഓഫ് ദി ബ്ലോ പൈപ്പ് വിത്ത് റെസ്പെക്ട് ടു ദ പ്ലേറ്റ് ഇൻ ലെഫ്റ്റ് വാർഡ് വെൽഡിംഗ് ഈസ്. ഗ്യാസ് വെൽഡിങ് മെത്തേഡ്സ് വരികയാണെങ്കിൽ 2 ടൈപ്സ്. ഒന്ന് ലെഫ്റ്റ് വാർഡ് വെൽഡിംഗ് ഉണ്ട്, അതായത് 4 ഹാൻഡ് വെൽഡിംഗ്. റൈറ്റ് വാർഡ് വെൽഡിങ്ങിൽ ബാക്ക് ഹാൻഡ് വെൽഡിംഗ്. ലെഫ്റ്റ് ഹാൻഡ് വെൽഡിങ്ങിൽ നമ്മുടെ വെൽഡിംഗ് റോഡെന്ന് പറയുന്നത് ലെഫ്റ്റ് ഹാൻഡിലാണ് ഹെൽഡ് ചെയ്തിട്ടുള്ളത്. ബ്ലോ പൈപ്പ് റൈറ്റ് ഹാൻഡിലായിരിക്കും. ഈ ലെഫ്റ്റ് വാർഡ് വെൽഡിങ്ങിൽ മെയിൻലി യൂസ് ചെയ്യുന്നത് നമ്മുടെ മെറ്റൽ പ്ലേറ്റ് ഏകദേശം അപ് ടു തിക്നെസ് 3 mm വെൽഡ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. അതായത് വെൽഡിംഗ് പ്രൊസീഡ് ചെയ്യുന്ന റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടായിരിക്കും. അതുകൊണ്ട് നമുക്കിതിനെ ഫോർവേഡിങ് അല്ലെങ്കിൽ 4 ഹാൻഡ് വെൽഡിംഗ് എന്നൊക്കെ പറയാം. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു വെൽഡിംഗ് റോഡ് വിത്ത് പ്ലേറ്റിന് ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത് 30 to 40 ഡിഗ്രി ആണ്. ബ്ലോ പൈപ്പ് വിത്ത് പ്ലേറ്റിന് ഇംഗ്ലീഷിന് 60 to 70 ഡിഗ്രി. അപ്പോൾ നമ്മുടെ ആൻസർ ചെയ്താൽ എത്ര വരും? ആൻസർ ഇറ്റ് ഈസ് ഓപ്ഷൻ എത്രയാണ്? 60 to 70 ഡിഗ്രിയാണ് വരുന്നത്, അല്ലേ? ഇൻക്ലിനേഷൻ ഓഫ് ബ്ലോ പൈപ്പ് വിത്ത് റെസ്പെക്ട് ടു പ്ലേറ്റ് ഇൻ ലെഫ്റ്റ് വാർഡ് വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ എത്രയാണ് ആംഗിൾ വരുന്നത്? 60 to 70 ഡിഗ്രി.
പിന്നെ റൈറ്റ് വേർഡ് വെൽഡിംഗ് ആണെങ്കിൽ എന്താണ് മെയിൻലി യൂസ് ചെയ്യുന്ന തിക്കർ പ്ലേറ്റ്സ് ഒക്കെ വെൽഡ് ചെയ്യാനാണ്. അത് പ്രൊസീഡ് ചെയ്യുന്ന ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. അതിൻ്റെ ഇൻക്ലിനേഷൻ ഓഫ് ദി വെൽഡിംഗ് റോഡ് എന്ന് പറഞ്ഞാൽ സെയിം ആസ് ലെഫ്റ്റ് വേർഡ് വെൽഡിംഗ് തന്നെയാണ്. പക്ഷേ ഇൻക്ലിനേഷൻ ഓഫ് ബ്ലോ പൈപ്പ് എന്ന് പറഞ്ഞാൽ ഏകദേശം 10% to 20% ലെസ് ആയിരിക്കും നമ്മുടെ ലെഫ്റ്റ് വാൾ വെൽഡിംഗ്, അതായത് ഏകദേശം 40 to 50%. അത് പഠിക്കുക. അതിന് നമുക്ക് ബാക്ക്വേർഡ് അല്ലോ ബാക്ക് ഹാൻഡ് വെൽഡിംഗ് എന്നൊക്കെ പറയാം. ഓക്കെ, അടുത്ത ദിവസം നോക്കൂ. ഇഫ് ദ ടോട്ടൽ വെൽഡിംഗ് സൈക്കിൾ ടൈം എന്ന് പറഞ്ഞാൽ 10 minutes ആണ്, ഡ്വെൽ ടൈം 4 minutes ആണ്, ആർക്കിൻ ടൈം 5 minutes ആണെങ്കിൽ ദ ഡ്യൂട്ടി സൈക്കിൾ ഓഫ് ദി വെൽഡിംഗ് മെഷീൻ ആസ് പെർ അമേരിക്കൻ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഡ്യൂട്ടി സൈക്കിളാണ് കണ്ടുപിടിക്കാനുള്ളത്. അത് നമുക്കൊരു ചെറിയൊരു ഫോമുലയുണ്ട് ഡ്യൂട്ടി സൈക്കിൾ കാണാനുള്ള ഫോമുല. ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറയുമ്പോൾ എന്തിൻ്റെയൊക്കെ റേഷ്യോ ആർക്ക് ഓൺ ടൈം ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം, അതാണ് അതിൻ്റെ റേഷ്യോ വരുന്നത്. ക്വസ്റ്റനിൽ ടോട്ടൽ ടൈം തന്നിട്ടുണ്ട് 10 minutes, ഡുവൽ ടൈം തന്നിട്ടുണ്ട് 4 minutes, ആർക്ക് ഓൺ ടൈം തന്നിട്ടുണ്ട് 5 minutes. നമുക്ക് ഡ്യൂട്ടി സൈക്കിളാണ് കണ്ടുപിടിക്കാനുള്ളത്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ്. ആർക്ക് ഓൺ ടൈം 5 by ടോട്ടൽ ടൈം 10, 1/2 കിട്ടും. ദാറ്റ് ഈസ് പെർസെൻറ്റേജ് ഡ്യൂട്ടി സൈക്കിൾ അപ്പോൾ എത്ര വരും? 50% ആണ് ആൻസർ വരുന്നത്. അടുത്ത ദിവസം നോക്കൂ. ഇൻ ദ ബിലോ ഫിഗർ ഷോൺ ഫോർ എ ഫില്ലറ്റ് വേൾഡ് ദ ഗിവൺ നമ്പർ, ഈ ഒരു 12/6, ഈ 12/6 ഈ ഒരു നമ്പർ എന്തിനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഇറ്റ് മെയിൻലി റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഓപ്ഷൻ ബി ആണ് വരുന്നത്. 6 mm ലെഗ് ലെങ്ത് ഓൺ ആരോ സൈഡും 12 mm ലെഗ് ലെങ്ത് ഓൺ അതർ സൈഡുമാണ് ഈ ഒരു ഫിഗർ എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. എങ്ങനെയാണ് ഈ ഒരു ഫിഗർ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? എങ്ങനെയാണ്? 6 mm ലെഗ് ലെങ്ത് ഓൺ ആരോ സൈഡും 12 mm ലെഗ് ലെങ്ത് ഓൺ അതർ സൈഡുമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. വെൽഡിങ്ങിൻ്റെ സിമ്പിൾസ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, തിയറി ക്ലാസ്സിൽ പഠിച്ചു. എന്തൊക്കെയാണ്? ബേസിക് എലമെൻറ്റ്സ് പറഞ്ഞു, പ്രെഫറൻസ് ലൈൻ ഉണ്ട്, ആരോ ഉണ്ട്, ബേസിക് വെൽഡ് സിമ്പിൾസ്, ഫില്ലറ്റ്, ബട്ട് ജോയിൻസ് എക്സെട്ര, ഡയമെൻഷൻസ്, സപ്ലിമെൻ്ററി സിമ്പിൾസ്, ഫിനിഷ് സിമ്പിൾസ്, ടെയിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ നോക്കും. ഇങ്ങനെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് ഓരോന്നും എന്താണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഓരോന്ന്. റെഫറൻസ് ലൈൻ നമ്മൾ എന്താ ഒരു ഹൊറിസോണ്ടൽ ലൈനാണ് മെയിൻലി വെൽഡ് സിമ്പിൾസിനെ അപ്ലൈ ചെയ്യാൻ വേണ്ടി യൂസ്, അതായത് അതർ ഡേറ്റാസ് ഒക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. എപ്പോഴും ഒരു ഹൊറിസോണ്ടൽ ലൈൻ ആയിരിക്കും ഫ്രം ബോട്ടം ഓഫ് ദി ഇതായിരിക്കും. പിന്നെ ലോവർ സൈഡ് ഓഫ് ദി റെഫറൻസ് ലൈൻ നമ്മൾ എങ്ങോട്ട് ടേം ചെയ്യുന്നു? ആരോ സൈഡ്. നമ്മൾ ഓൾറെഡി പഠിച്ചു അല്ലേ? ആരോ സൈഡ് നോക്കൂ. ഈ ഒരു ഫിഗർ ഉണ്ടോ? ആരോ കണ്ടെയ്നിങ് റെഫറൻസ് ലൈൻ ടു ജോയിൻ സൈഡ് ഓഫ് ദി ആരോ സൈഡ് ഓഫ് ദി ജോയിൻ. ഓക്കെ, പിന്നെ അതുപോലെ അപ്പർ സൈഡ് ഓഫ് ദി റെഫറൻസ് ലൈനെ പറഞ്ഞ പേരാണ് അതർ സൈഡ്. നമുക്ക് അപ്പർ സൈഡ് കണ്ടല്ലോ, ഈ ഫിഗർ ഉണ്ടല്ലോ, അതർ സൈഡ്. അപ്പോൾ അതൊക്കെ പഠിച്ചോളാം, ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. പിന്നെ ആരോ നമ്മൾ പറഞ്ഞു റെഫറൻസ് ലൈനെയും അത് ഏത് ഏരിയ ആണ് നമ്മൾ വെൽഡ് ചെയ്യുന്നത് അതിൽ ജോയിൻറ്റുമായിട്ട് കണക്ട് ചെയ്യുന്ന ഏരിയനെയാണ് ആരോ എന്ന് പറയുന്നത്. പിന്നെ ബേസിക് വെൽഡ് സിമ്പിൾസും നമുക്ക് നോക്കാം. ഇത് നമ്മുടെ ഫില്ലറ്റ് ജോയിൻ്റ് ആണ്. സിമ്പിൾസ് ഒക്കെ പഠിക്കുക. സ്ക്വയർ ബട്ട് ജോയിൻറ്റ്, സിംഗിൾ വി ബട്ട് ജോയിൻറ്റ്, ഡബിൾ വി ബട്ട് ജോയിൻറ്റ്, സിംഗിൾ യു ബട്ട് ജോയിൻറ്റ്, സിംഗിൾ ബിവൽ ബട്ട് ജോയിൻറ്റ്. ഫിഗർ എന്നിട്ട് ചിലപ്പം ചോദിക്കും. പിന്നെ ടെയിൽ നമ്മൾ പറഞ്ഞു. ടെയിൽ എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് ആഡഡ് ഓൺലി വെൻ ദർ ഇസ് എ നീഡ് ഫോർ ഇൻക്ലൂഡിങ്. നമുക്ക് എന്തെങ്കിലും പ്രോസസ്സൊക്കെ സ്പെസിഫൈ ചെയ്യണം, അല്ലെങ്കിൽ അത് റെഫറൻസ് ഒക്കെ സ്പെസിഫൈ ചെയ്യണമെങ്കിൽ മാത്രമേ ടെയിൽ ആഡ് ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു 12/6 കാൽക്കുലേഷൻ മനസ്സിലായല്ലോ. 12/6 എന്തിനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഏതിനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് മനസ്സിലായല്ലോ. സിമ്പിൾ ഓരോന്നും കാണിച്ചു. അതിൻ്റെ സിഗ്നിഫിക്കൻസ് കാണും. സിഗ്നിഫിക്കൻസ് റെപ്രസെൻറ്റ് ചെയ്യാൻ നമ്മൾ ടെയിൽ യൂസ് ചെയ്യുന്നതാണ് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഫില്ലറ്റ് വേർഡ് ഓൺ ദി അപ്പർ സൈഡ് ഓഫ് ദി റെഫറൻസ് ലൈൻ ദാറ്റ് റെപ്രസെൻറ്റ്സ് ദി അതർ സൈഡ്. അപ്പോൾ നമുക്കിത് എന്താ പറയാം? ഓൾറെഡി പറഞ്ഞു. 6 ഓൺ ദി ലോവർ സൈഡ് റെപ്രസെൻറ്റ് ചെയ്യുന്ന ആരോ സൈഡും 12 ഓൺ ദി അപ്പർ സൈഡ് റെപ്രസെൻറ്റ് ചെയ്യുന്ന അതർ സൈഡിനെ ആയിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് കമ്പൈൻ ചെയ്യുമ്പോൾ അടുത്ത ദിവസം പ്രോസസ് നോക്കൂ. ദ പർപ്പസ് ഓഫ് അപ്ലൈയിങ് ഫ്ലക്സ് കോട്ടിംഗ് ഓഫ് AC ആർക്ക് വെൽഡിംഗ് ഇലക്ട്രോഡ് ഇൻക്ലൂഡ്സ് മെയിൻറ്റെയിനിങ് കണ്ടിന്യൂറ്റി ഓഫ് ആർക്ക്, പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് കൊറോഷൻ, റിമൂവൽ ഓഫ് ഇമ്പ്യൂരിറ്റീസ്, ഓൾ ഓഫ് ദി എബോ. ആൻസർ വന്നിട്ട് ഓൾ ഓഫ് ദി എബോ ആണ് വരുന്നത്. ആർക്ക് വെൽഡിങ്ങിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫ്ലക്സ് നമ്മൾ ഇലക്ട്രോഡിൽ കോട്ട് ചെയ്ത് വയ്ക്കുന്നുണ്ട്. ഫ്ലക്സ് ഒരു പ്രൊട്ടക്റ്റീവ് കോട്ടിംഗ് ആക്കി ആക്ട് ചെയ്യും വെൽഡ് ചെയ്യുന്ന മെറ്റലിൽ. എന്നിട്ട് എന്ത് ചെയ്യുക? നോൺ ഓക്സിഡൈസിങ് അറ്റ്മോസ്ഫിയർ അത് ക്രിയേറ്റ് ചെയ്യും. മെയിൻലി വെൽഡിങ് സമയത്ത് ഹീറ്റ് ഓഫ് ദി ആർക്ക് കാരണം ഫ്ലക്സ് കോട്ടിംഗ് ഓഫ് ദി ഇലക്ട്രോഡ് മെൽറ്റ് ചെയ്ത് അവിടെ ഒരു എന്താണ് ആർക്കിനെ സ്റ്റെബിലൈസ് ചെയ്യും. ഓക്സൈഡ്സ് സ്കെയിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യും. ഒരു ഗേഷ്യസ് ഷീൽഡ് തന്നെ അതിന് ചുറ്റും ഉണ്ടാക്കും അല്ലേ? നമ്മുടെ ഈ മോൾട്ടൺ വെൽഡ് പൂളിനെ അറ്റ്മോസ്ഫിയർ കണ്ടാമിനേഷനൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഗേഷ്യസ് ഷീൽഡ് തന്നെ അത് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, പിന്നെ നമുക്കിവിടെ ബോത്ത് AC-യും DC യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്ത ദിവസം നോക്കൂ. ഇഫ് ദ കറണ്ട് അറ്റ് 100% ഡ്യൂട്ടി സൈക്കിൾ എന്നിട്ടുണ്ട് 250 ആംപിയർ, ദെൻ വാട്ട് ഷുഡ് ബി ദ റിക്വയർഡ് കറണ്ട് ബി ഫോർ 50 സെക്കൻഡ് ഡ്യൂട്ടി സൈക്കിൾ? 100% ഡ്യൂട്ടി സൈക്കിൾ 250 ആംപിയർ ആണെങ്കിൽ അങ്ങനെ എത്ര കറണ്ട് ആയിരിക്കും ഫോർ 50% ഡ്യൂട്ടി സൈക്കിൾ? അതാണ് ക്വസ്റ്റ്യൻ. അത് കാണാൻ ഒരു ഫോമുലയുണ്ട്. I² D = കോൺസ്റ്റൻറ്റ്. ഇതാണ് ഒരു റിലേഷൻ. ഈ ഒരു റിലേഷൻ നമുക്ക് I² D = കോൺസ്റ്റൻറ്റ്. നമുക്ക് ഈ ഒരു റിലേഷനിൽ IR-ഉം DR-ഉം നമുക്ക് റേറ്റഡ് കറണ്ടിനെയും ഡ്യൂട്ടി സൈക്കിളിനെ റെപ്രസെൻറ്റ് ചെയ്യാം. ID-യും DD-യും നമുക്ക് ഡിസൈഡ് കറണ്ട് അല്ലെങ്കിൽ ഡ്യൂട്ടി സൈക്കിളിൻ്റെ ഡിസൈഡ് ആയിട്ടുള്ള ഡ്യൂട്ടി സൈക്കിൾ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഇത് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. IR എന്നിട്ട് 250 ആംപിയർ, DR എന്നിട്ട് 100%, DD അറിയാം 50. നമുക്ക് ID ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. നമുക്ക് ID കിട്ടും 353.55 ആംപിയർ. അടുത്ത ദിവസം നോക്കി. ആർക്ക് വെൽഡിങ്ങിൽ പെനിട്രേഷൻ മിനിമം എവിടെയാണ്? DC ഇലക്ട്രോഡ് പോസിറ്റീവിലാണ് പെനിട്രേഷൻ മിനിമം വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇമ്പോർട്ടൻസ് ഓഫ് ആർക്ക് വെൽഡിങ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പൊളാരിറ്റി ഉണ്ട്. സ്ട്രെയിറ്റ് പൊളാരിറ്റി അല്ലെങ്കിൽ ഇലക്ട്രോഡ് നെഗറ്റീവ് ഉണ്ട്, DCEN. റിവേഴ്സ് പൊളാരിറ്റി അല്ലെങ്കിൽ ഇലക്ട്രോഡ് പോസിറ്റീവ്, DCEP.
സ്ട്രേറ്റ് പൊളാരിറ്റി എന്ന് പറയുമ്പോൾ ഇലക്ട്രോഡ് എന്ന് പറയുന്നത് എങ്കിലോട്ട് കണക്ട് ചെയ്യും, നെഗറ്റീവിലോട്ട്. വർക്ക് ചെയ്യുന്നത് നമ്മൾ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദി പവർ സോഴ്സിലോട്ട് കണക്ട് ചെയ്യും സ്ട്രേറ്റ് പൊളാരിറ്റിയിൽ. ഓക്കെ, കണ്ടോ സ്ട്രേറ്റ് പൊളാരിറ്റിയിൽ നമ്മൾ പറഞ്ഞു ഇലക്ട്രോഡ് നമ്മൾ നെഗറ്റീവിൽ ഫിഗർ കണ്ടോ, ഇലക്ട്രോഡ് നമ്മൾ കണക്ട് ചെയ്യുന്ന നെഗറ്റീവിലും വർക്ക് ഓഫ് ദി പോസിറ്റീവ് ടെർമിനൽ എന്ന് പറയുമ്പോൾ എവിടെയാണ് നമ്മൾ പവർ സോഴ്സിലോട്ടും കണക്ട് ചെയ്യുന്നുണ്ട്. അതാണ് സ്ട്രേറ്റ് പൊളാരിറ്റി. ഇനി റിവേഴ്സ് പൊളാരിറ്റിയിലാണ് നേരെ ഓപ്പോസിറ്റ്. ഇലക്ട്രോഡ് നമ്മൾ എവിടെ കണക്ട് ചെയ്യും, പോസിറ്റീവിലും വർക്ക് ഓഫ് ദി നെഗറ്റീവ് ടെർമിനൽ പവർ സോഴ്സിൽ. ആ ഫിഗർ നോക്ക്, വർക്ക് കണ്ടോ പവർ സോഴ്സിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ നമുക്ക് ഓരോ ടൈപ്പ് നോക്കാം. കറണ്ട് ടൈപ്പ് ഓരോന്നും തന്നിട്ടുണ്ട്. ഡി സി എസ് പിയും അതെന്തൊക്കെയാണെന്ന് നോക്കാം. എന്താണ് ഡി സി? ഇലക്ട്രോഡ് നെഗറ്റീവ് അത് ഓരോന്നും പറയുന്നുണ്ട്. ഇലക്ട്രോഡ് പോസിറ്റീവ്, ആർ പി എന്ന് പറയുമ്പോൾ ഇലക്ട്രോഡ് പോസിറ്റീവ്. അപ്പോൾ ഓരോ പെനിട്രേഷൻ തന്നിട്ടുണ്ട്. ഈ ഒരു ടേബിൾ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കാം. നമുക്ക് നോക്കാം ടേബിൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വരുന്നത് കറണ്ട് ടൈപ്പ്. ഡി സി എസ് പിയിൽ ഇലക്ട്രോഡ് പൊളാരിറ്റി ഇലക്ട്രോഡ് നെഗറ്റീവാണ്. ഡി സി ആർ പിയിലാണ് ഇലക്ട്രോഡ് പോസിറ്റീവാണ്. എ സിയിലാണെങ്കിൽ ആൾട്ടർനേറ്റിംഗ് ആയിരിക്കും. ഹീറ്റ് ബാലൻസ് എത്തി ആർക്ക് എന്ന് പറയുമ്പോൾ 70% ഓഫ് ദി വർക്ക് ഇവിടെ നടക്കും, 30% ഇലക്ട്രോഡ് എൻഡിലും. ഇവിടെ 30% വർക്ക് എൻഡിലും 70% ഇലക്ട്രോഡ്. മറ്റേതിലാണെങ്കിൽ എ സിയിലാണെങ്കിൽ 50% ആണ്. ഇതിൻ്റെ പെനിട്രേഷൻ നോക്കുകയാണെങ്കിൽ ഡീപ്പും നാരോ ആയിരിക്കും ഇവിടെ, മറ്റേടത്ത് ഷാലോ വൈഡ്, എ സിയിൽ മീഡിയം ആയിരിക്കും. ഇലക്ട്രോണിൻ്റെ കപ്പാസിറ്റി ഇവിടെ എക്സലൻ്റ് ആയിരിക്കും, മറ്റേടത്ത് പുവർ, മറ്റേടത്ത് ഗുഡ്. ഓക്കെ, അപ്പോൾ എപ്പോഴും നോക്കുക എ സിയിൽ എപ്പോഴും മോഡറേറ്റ് പെനിട്രേഷൻ ആയിരിക്കും. ഇവിടെ ഡി സി ആർ പിയിൽ ഇലക്ട്രോഡ് പോസിറ്റീവാണ്, അപ്പോൾ നടക്കുന്ന പെനിട്രേഷൻ മിനിമം ആണ്. ഇലക്ട്രോഡ് നെഗറ്റീവാണ്, ഇവിടെ പറഞ്ഞു ഡീപ്പർ പെനിട്രേഷൻ ആണ്. ഏകദേശം 70% ഓഫ് ഹീറ്റ് തന്നെ വർക്ക് പീസിലോട് കൊടുക്കുന്നുണ്ട്, 30% ഓഫ് ഹീറ്റ് ഇലക്ട്രോഡിലോട്ട്. ഡയറക്റ്റ് കറണ്ട് സ്ട്രേറ്റ് പൊളാരിറ്റി, ഡി സി എസ് പിയുടെ ഫുൾ ഫോം ഡയറക്റ്റ് കറണ്ട് സ്ട്രേറ്റ് പൊളാരിറ്റി. അടുത്ത് വരുന്നതാണ് നമ്മുടെ ഡി സി ആർ പി, ഡയറക്റ്റ് കറണ്ട് റിവേഴ്സ് പൊളാരിറ്റി ആണ്. ഇലക്ട്രോഡ് പോസിറ്റീവാണ്, ഇവിടുത്തെ 30% ആണ് ഹീറ്റാണ് വർക്ക് പീസിലോട് കൊടുക്കുന്നത്, ബാക്കി 70% ഹീറ്റും ഇലക്ട്രോഡാണ്. പിന്നെ എ സി പറഞ്ഞു, എ സിയിലാണെങ്കിൽ 50% വരുന്നുണ്ട് ഓൾട്ടർനേറ്റീവ്, 50% ഹീറ്റ് വർക്ക് പീസും 50% ഹീറ്റും ഇലക്ട്രോഡും വരുന്നുണ്ട്. ഓക്കെ, ദ കെമിക്കൽ യൂസ് ഇൻ ജനറേറ്റിംഗ് അസറ്റിലീൻ ജനറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കെമിക്കൽ ഏതാണ്? ദിസ് ഓപ്ഷൻ സി ആണ് വരുന്നത്, കാൽഷ്യം കാർബൈഡ് ആണ് വരുന്നത്. ഓക്കെ, കാൽഷ്യം കാർബൈഡ്. പിന്നെ നമ്മൾ ഫ്ലെയിമിൻ്റെ കാര്യം പഠിച്ചു. എത്ര ഫ്ലെയിം നേരത്തെ നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ? എത്ര ഫ്ലെയിം ഉണ്ട്? ന്യൂട്രൽ ഫ്ലെയിം, 3 ഡിഫറെൻറ്റ് സെറ്റ്സ് ഓഫ് ഫ്ലെയിം ആണെന്ന് പറഞ്ഞു. ന്യൂട്രൽ ഫ്ലെയിം ഉണ്ട്, ഇവിടെ ഓക്സിജനും അസറ്റിലൈനും ഈക്വൽ പ്രൊപ്പോർഷനിൽ ബ്ലോ പൈപ്പിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ മൈൽഡ് സ്റ്റീൽ, കാസ്റ്റ് സ്റ്റീൽ, സ്റ്റെയിൻലെസ് സ്റ്റീലൊക്കെയാണ് ഉപയോഗിക്കുന്നത് പറഞ്ഞു. ഓക്സിഡൈസിങ് ഫ്ലെയിം പഠിച്ചു, കാർബറൈസിങ് ഫ്ലെയിം പഠിച്ചു. നമുക്ക് കാർബറൈസിങ് ഫ്ലെയിമിൻ്റെ വേറൊരു പേരാണ് റെഡ്യൂസിങ് ഫ്ലെയിം, അതും പഠിക്കാം. പിന്നെ വെൽഡിംഗ് ഡിഫക്ട്സ് നമുക്ക് നോക്കാം. ക്രാക്സ് ഉണ്ടാവും, ക്യാവിറ്റീസ്, സോളിഡ് ഇൻക്ലൂഷൻസ്, ഇൻകംപ്ലീറ്റ് അലർ ഫ്യൂഷൻ, ഇംപെർഫെക്റ്റ് ഷേപ്പ്, ഇതൊക്കെയാണ് വെൽഡിങ്ങിലാണ് ഡിഫക്ട്സ്. വെൽഡിംഗ് ക്രാക്ക് കാരണം ഡിസ്കണ്ടിന്യൂറ്റി ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നമുക്കതിൻ്റെ ഡിഫക്ട്സ് നമ്മൾ റിക്കവർ ചെയ്യണം. അടുത്ത ദിവസം നോക്കുക, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇലക്ട്രോഡ് ഫോൾസ് ഇൻ ടു ദ ഫ്ലാറ്റ് ആൻഡ് ഹോറിസോണ്ടൽ വെൽഡിംഗ് പൊസിഷൻ കാറ്റഗറി. ഇതിലേതാണ് ഫ്ലാറ്റ് ആൻഡ് ഹോറിസോണ്ടൽ വെൽഡിംഗ് പൊസിഷൻ കാറ്റഗറിയിൽ വരുന്നത്? അതിന് മുമ്പ് നമുക്ക് DT7024 ആണ് വരുന്നത്. അപ്പോൾ ഇതെന്താണ് ഓരോന്ന് ഡിനോട്ട് ചെയ്ത് നമുക്ക് നോക്കാം. കോഡിംഗ് ഓഫ് ഇലക്ട്രോഡ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ER4334, ഇതിൽ E ഡിനോട്ട് ചെയ്യുന്ന കവേർഡ് ഇലക്ട്രോഡും R ഡിനോട്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് കവറിങ്, റുട്ടൈലാണെങ്കിൽ ടൈപ്പ് ഓഫ് കവറിങ് ആണ് R ഡിനോട്ട് ചെയ്യുന്നത്. ഇതിന് 4 ഡിനോട്ട് ചെയ്യുന്ന സ്ട്രെങ്ത് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. 3 ഡിനോട്ട് ചെയ്യുന്ന ഇലോങ്ങേഷനും ഇമ്പാക്ട് പ്രോപ്പർട്ടീസും ആണ്. അടുത്ത 3 ഡിനോട്ട് ചെയ്യുന്ന വെൽഡിംഗ് പൊസിഷനും. ലാസ്റ്റ് ഡിനോട്ട് ചെയ്യുന്ന 4 വെൽഡിംഗ് കറണ്ടും വോൾട്ടേജ് കണ്ടീഷൻസും. അപ്പോൾ ഇതൊക്കെ പഠിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ എപ്പോഴും നോക്കുക, ലെറ്റർ പ്രിഫിക്സ് ലെറ്റർ E നമുക്ക് എപ്പോഴും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എ കവേർഡ് ഇലക്ട്രോഡ് ഫോർ മാനുവൽ മെറ്റൽ ആർക്ക് വെൽഡിംഗ്, മാനുഫാക്ചർ ബൈ എക്സ്ട്രൂഷൻ പ്രോസസ് വഴി മാനുഫാക്ചർ ചെയ്യുന്നതാണ്. കവേർഡ് ഇലക്ട്രോഡാണ്, ഫോർ മാനുവൽ മെറ്റൽ ആർക്ക് വെൽഡിംഗ് ആണ്. എ ലെറ്റർ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് കവറിംഗ് ആണ്. മൂന്നാമത്തെ ഫസ്റ്റ് ഡിജിറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നല്ല ടെൻസൈൽ സ്ട്രെങ്ത് ആണ് അത് ഡിറ്റർമൈൻ ചെയ്യുന്നത്. രണ്ടാമത്തെ സെക്കൻഡ് ഡിജിറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പെർസെൻറ്റേജ് ഓഫ് എലോങ്ങേഷൻ, അതാണ് അത് ഡിനോട്ട് ചെയ്യുന്നത്. തേർഡ് ഡിജിറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന വെൽഡിങ്ങിൻ്റെ പൊസിഷൻ നടക്കും, എവിടെ നമ്മൾ ഇലക്ട്രോഡ് യൂസ് ചെയ്യണം. ഫോർത്ത് ഡിജിറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന കറണ്ട് കണ്ടീഷൻ വെർ ദ ഇലക്ട്രോഡ് ടു ബി യൂസ്ഡ്. ഓക്കെ, കണ്ടോ ഫസ്റ്റ് 2 ഡിജിറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ടെൻസൈൽ സ്ട്രെങ്ത് ആണ്. തേർഡ് ഡിജിറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന വെൽഡിങ്ങിൻ്റെ പൊസിഷനാണ്. ഫോർത്ത് ഡിജിറ്റ് എന്ന് പറയുമ്പോൾ 0 to 8 വരെ വരാം, അത് ടൈപ്പ് ഓഫ് ക്ലാസ് കോട്ടിംഗ് വരും. 0 ആണെങ്കിൽ സെല്ലോസ് സോഡിയം അല്ലെങ്കിൽ അയൺ ഓക്സൈഡ് മെറ്റലായിരിക്കും. 1 ആണെങ്കിൽ സെല്ലോസ് പൊട്ടാഷ്യം, 2 ആണെങ്കിൽ ടൈറ്റാനിയം സോഡിയം, 3 ആണെങ്കിൽ ടൈറ്റാനിയം പൊട്ടാഷ്യം, 4 ആണെങ്കിൽ അയൺ പൗഡർ ടൈറ്റാനിയ, 5 ആണെങ്കിൽ ലോ ഹൈഡ്രജൻ ലൈം സോഡിയം, 6 ആണെങ്കിൽ ലോ ഹൈഡ്രജൻ ലൈം പൊട്ടാഷ്യം, 7 നമ്പർ ആണെങ്കിൽ അയൺ ഓക്സൈഡ് പ്ലസ് അയൺ പൗഡർ, 8 ആണെങ്കിൽ ലോ ഹൈഡ്രജൻ ലൈം പ്ലസ് അയൺ പൗഡർ, 9 ആണെങ്കിൽ നമ്പർ ലെഫ്റ്റ് ഓവർ 4. പെക്യൂലിയർ കോട്ടിംഗ് ദിസ് നമ്പർ ഇസ് റെയർലി ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം പഠിച്ചോണം, ഇതൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ചാർട്ടിൽ നമുക്ക് ക്ലിയർ ആണ് ആൻസർ. ഓക്കെ, പിന്നെ വരുന്ന പ്ലഗ് വെൽഡും സ്ലോട്ട് വെൽഡും, ഇത് തമ്മിലുണ്ട്, പ്ലഗ് വെൽഡും സ്ലോട്ട് വെൽഡും. ഓക്കെ, ഇത് നമുക്ക് അടുത്ത ക്ലാസ് നോക്കാം. അപ്പോൾ ഇത്രയാണ് ആ ഒരു മൊഡ്യൂൾ ഫുൾ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ MCQ ക്വസ്റ്റ്യൻസ്, ഇനിയും കുറേ MCQ ക്വസ്റ്റ്യൻസ് നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് ആയ ഒരു കോൺടാക്റ്റ്, നമ്മൾ അഡ്മിഷൻ ക്ലോസ് ചെയ്തിട്ടില്ല. നിങ്ങൾ എക്സാംസ് വെറുതെ പോയി എഴുതാതെ പഠിച്ച് തന്നെ MCQ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചു പോയി എക്സാം എഴുതും. ഓക്കെ, താങ്ക് യു.